നാളിന് ശേഷം ഒരു ഓൺ വോയിസിൽ ഒരു വ്ലോഗ് ചെയ്യാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. സോ എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടാതെ എങ്ങനെയാ നിങ്ങളുടെ മുന്നിലേക്ക് വരിക? സോ ഗൈസ്, ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിപ്പോ പാളയം വഴി ഇങ്ങനെ മ്യൂസിയം വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കരുതും എങ്ങോട്ടേക്കാ പോകുന്നത്? ഇങ്ങനെ ഒരു വലിയ കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കാത്തിരുന്നൊരു വ്ലോഗായിരുന്നു ഇത്. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. എന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? അനിയത്തിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇന്ന് ഞാൻ അവരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. സോ ഞങ്ങൾ ഇവിടെ എൻട്രി ചെയ്തിരിക്കുകയാണ്. എന്റെ വീട്ടിന്റെ അവിടെ എൻട്രി, ഇതൊരു ടൗൺഷിപ്പ് ആണ് കേട്ടോ. പേരൂർക്കടയാണ് സ്ഥലം. അവിടെ നിന്ന് എൻട്രി ചെയ്ത് സെക്യൂരിറ്റി മാമിനെ എഴുതിയൊക്കെ കൊടുക്കണം, അവിടെ എഴുതിയൊക്കെ വെക്കണം. നമ്മൾ ഓണേഴ്സ് ആണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം കഴിഞ്ഞും വളരെ മനോഹരമായി ഈ ടൗൺഷിപ്പിലൂടെ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ അനിയത്തി താഴോട്ട് ഇറങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിസ്റ്റം എന്ന് വെച്ചാൽ നമ്മൾ പഞ്ച് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഓപ്പൺ ആവത്തുള്ളൂ ഡോറ്. സോ എനിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെയും പഞ്ചിങ് ഇപ്പോൾ പോയിരിക്കുകയാണ്. കാരണം ഇവരുടെ പുതിയ അപ്ഡേഷൻ വന്നതുകൊണ്ട് പഴയ ആ ഒരു ഇത് പോയിട്ടുണ്ട്. ഇനി അത് റിന്യൂ ചെയ്യണം. സോ ഇപ്പം അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ സിസ്റ്റർ ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സോ അവളോട് താഴോട്ട് വരാൻ പറഞ്ഞു. അവളിപ്പോൾ എന്നെ കാണുമ്പോഴേ ചിരിക്കാൻ തുടങ്ങും. എന്താണെന്ന് അറിയാം, പുള്ളിക്കാരി കുറച്ച് സൈലന്റ് ആണ് കേട്ടോ. ഞാൻ കുറച്ച് വയലന്റ് ക്യാരക്ടറുമാണ്, അവൾ കുറച്ച് ഷൈ ക്യാരക്ടറാണ് കേട്ടോ. സോ ഇപ്പൊ പുള്ളിക്കാരി വരെ ചിരിച്ച് ചിരിച്ച് കുണുങ്ങി വരുന്നത് നിങ്ങൾക്ക് കാണാം ഗൈസ്. എപ്പോഴും എന്നെ കളിയാക്കും കേട്ടോ. ഈ വ്ളോഗൊക്കെ എടുക്കുന്നതിന്റെ പേരിൽ കളിയാക്കലും ചമ്മലും ഒക്കെയാണ്. ആൾക്കും ചമ്മലാണ്. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല ഗൈസ്. ഇപ്പൊ എന്റെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ എങ്ങനെയുണ്ട്? എന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിട്ട് ഞാൻ തന്നെ കണ്ണാടി നോക്കി ചിരിക്കുകയാണ് കേട്ടോ. എന്തല്ലേ? അപ്പോ നമ്മള് അകത്തോട്ട് പോവുകയാണ്. ഇനി എന്റെ പൂമുഖ വാതിൽക്ക് നിൽക്കുന്ന എന്റെ അമ്മയെ കണ്ടു. വളരെ ചിരിച്ച മുഖത്തോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പലരും പറയാറുണ്ട് അമ്മയുടെ ചിരിയാണ് എനിക്ക് കിട്ടിയെന്ന്. കാരണം ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് ആയതുകൊണ്ട് ആ ഫേസ് അമ്മയുടെ നിന്ന് കിട്ടിയതാണെന്നാണ് പലരും പറയുന്നത്. പണ്ടത്തെ അമ്മയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറയാൻ എന്റെ ഡ്രസ്സൊന്നും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വെട്ടത്തോട്ട് നിൽക്കുക അമ്മയെ ഒന്ന് കുറച്ച് പേര് കാണട്ടെ, ഒന്ന് ഫേമസ് ആക്കി തരാം എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് നിർത്തിയതാണ്. നമ്മൾ കല്യാണം കഴിച്ച് പോകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഇവർക്കൊരു പ്രത്യേക സന്തോഷമാണ്. എന്താണെന്നറിയത്തില്ല, എന്തൊക്കെയോ സാധനങ്ങൾ നമുക്ക് കഴിക്കാനും ഒക്കെ തരും. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയമായിരുന്നെങ്കിലോ, കല്യാണത്തിന് മുന്നേ ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ എടുത്ത് കഴിക്കടി, ഇതാണ്ടിരിക്കുന്നു, വേണമെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു പറയാ. പക്ഷെ ഇപ്പൊ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ പാത്രം പോലും കഴുകണ്ട. എന്തൊരു സ്നേഹമാണെന്നറിയാമോ? ഇന്നാ മോളെ കഴിക്ക്, ഇന്നാ നിനക്ക് വേണ്ടിയിട്ട് സ്പെഷ്യല് ഇലയട, ബീഫ്, പിന്നെ അങ്ങനെ പല ഐറ്റംസുകളും സെപ്പറേറ്റ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് മാത്രമല്ല, മോന് വേണ്ടിയിട്ട്. മോനെന്ന് ഞാൻ ഉദ്ദേശിച്ച മരുമോനാണ് കേട്ടോ. സോ അങ്ങനെ പ്രത്യേക സ്പെഷ്യൽ ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കി തരിക. അതൊക്കെ ഒരു പ്രത്യേക സുഖമാണല്ലേ, അതൊക്കെ അനുഭവിക്കാം. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നേരത്തെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. നേരത്തെ ഒന്ന് ഉദ്ദേശിച്ച നമ്മളൊരു 10-15 വയസ്സിലൊക്കെ കെട്ടിയിരുന്നെങ്കിൽ വീട്ടിലെ ജോലികളൊന്നും ചെയ്യണ്ടായിരുന്നു, നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ചിരിക്കാമായിരുന്നു അല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ അടിപൊളി ഫുഡ്. രാവിലെയാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് രാവിലെ ഇഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൂ പോലുള്ള ഇഡലിയാണെന്ന് പറയാൻ അമ്മ പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ എവിടെ നോക്കിയാലും എൻ്റെ മാരേജ് ഫോട്ടോസ് ആണ് കേട്ടോ. അതെൻ്റെ അച്ഛന് ഒരു അവാർഡ് കിട്ടിയ ഫോട്ടോയാണ് ഇരിക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോസാണ്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ കല്യാണ ഫോട്ടോസും. അങ്ങനെ ഞാൻ ഇഡലി സാമ്പാറും ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഇഡലി സാമ്പാറാണ് കേട്ടോ. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യും. നല്ല അടിപൊളി സാമ്പാറായിരുന്നു. അതൊന്ന് എക്സ്പ്രഷൻ ആയിട്ട് കാണിക്കും കേട്ടോ ഞാൻ. സോ അങ്ങനെയൊക്കെ കഴിഞ്ഞു എൻ്റെ റൂമിലേക്ക് വന്നിരിക്കുകയാണ്. കുറേ നാളിന് ശേഷം. കുറേ നാളെന്ന് പറയുമ്പോൾ അങ്ങനെ കുറേ നാളൊന്നും അല്ല കേട്ടോ. ഒരു കുഞ്ഞു കൃഷ്ണൻ ഇരിക്കുന്ന കണ്ടോ? അനിയത്തിയുടെ കൃഷ്ണനാണ് കേട്ടോ. ഇതുപോലൊരു കുഞ്ഞു കൃഷ്ണനെ അമ്മ എനിക്കും തന്നിട്ടുണ്ട്. ഞാൻ അതിനെ ബാഗിലിട്ടുകൊണ്ട് റൂമിന്റെ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിപ്പോ. എന്താ പറയാ, നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമാണല്ലേ. എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോഴും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് പോകുമ്പോഴും ഒരേപോലുള്ള ഒരു സെയിം ഫീലിംഗ് ആണ് കേട്ടോ. സോ എൻ്റെ അമ്മയെ പിടിച്ചു നിർത്തി താഴെ നിന്ന് ഇക്കിളാക്കുകയൊക്കെ ചെയ്യണം, ഒന്ന് ചിരിപ്പിച്ച് ഒന്ന് മറ്റേ ഇതാക്കുകയാണ്. അമ്മ വീഡിയോ എടുക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനൊക്കെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ടൗൺഷിപ്പ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൗൺഷിപ്പാണ്. ഇവിടെ ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ടൗൺഷിപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് നല്ല അടിപൊളി സ്ഥലമാണ്. പാർക്കൊക്കെ നല്ല അടിപൊളിയാണ്. ഇവിടെ വെച്ച് ഞാനൊരു ഷൂട്ടൊക്കെ എടുത്തു കേട്ടോ. അതിന്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരുന്ന വീഡിയോസിൽ കാണാൻ പറ്റും. നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ.
സോ അങ്ങനെ രാത്രിയായി. അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ലഞ്ചൊക്കെ ഞങ്ങൾ കഴിച്ചിരുന്നു. നല്ല അടിപൊളി ബീഫും ഒക്കെ ആയിരുന്നു. ഈ കുഞ്ഞാരാന്നറിയാം, ഇര എന്ന ആളുടെ പേര്. നമ്മുടെ നെയ്ബറാണ്. ഇന്നര ചേച്ചിയുടെ വിനായക ചേട്ടന്റെയും ഡോട്ടറാണ്. സോ അങ്ങനെ നമ്മൾ അവിടുന്ന് ബൈ ഒക്കെ പറഞ്ഞിറങ്ങി. ഞങ്ങളുടെ കൂടെ എൻ്റെ ഒരു അപ്പച്ചിയുടെ മോനുണ്ടായിരുന്നു. പുള്ളിക്കാരനെ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സോ ഗൈസ്, ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും പുതിയ പുതിയ വീഡിയോസുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കാം. നല്ലൊരു ഹാപ്പിനെസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് വന്നത്. സോ എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കുക. എന്നെ പോലെ നിങ്ങളും എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും സന്തോഷമായിട്ടാണ് ഇരിക്കാൻ ശ്രമിക്കാറ്. സോ ഗൈസ്, ബൈ. അധികം നീട്ടിക്കുന്നില്ല. ഗുഡ് നൈറ്റ്.